ഈ വീഡിയോയിൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയ്ക്കും ഇടയിലുള്ള ആ ഒരു മഞ്ഞുരുക്കി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ ട്രേഡ് നെഗോസിയേഷൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപാണ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സ്മൂത്തായിട്ട് പരിഹരിക്കാം എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഇന്ത്യയുടെ നെഗോസിയേഷൻ ടീം ഓൾറെഡി തന്നെ അവിടെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നെഗോസിയേഷൻ പ്രോസസ്സ് മുന്നോട്ട് പോവാണ്. ബൈലേറ്ററൽ ട്രേഡ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വൈകാതെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ വരുന്നത് പറഞ്ഞാൽ പല ആസ്പെക്ട്സ് ഉണ്ട്. കാരണം പൊതുവിൽ ഇപ്പം ഗ്ലോബലി തന്നെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതിൽ നമ്പർ 1 പോയിന്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ തുടർന്ന് വരുന്ന അനിശ്ചിതാവസ്ഥ, ഒരു അൺസർട്ടനിറ്റി. യുദ്ധം അവസാനിക്കുന്ന മട്ട് കാണുന്നില്ല. പ്രത്യേകിച്ചും ഇസ്രായേൽ ഖത്തറിനുള്ളിൽ നടത്തിയ ഒരു ആക്രമണം. അപ്പൊ അതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതിനെ തുടർന്ന് ഓയിലിന്റെ പ്രൈസ് ഇന്നലെ ഇച്ചിരി വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. $67 മേളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ $60 എന്ന് പറഞ്ഞ ആ ഒരു ക്യാപ്പിൽ നിൽക്കുന്നില്ല. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ അവർ കുറച്ച് സീരിയസ് ആയിട്ടാണ് ഈ വിഷയങ്ങളെ കാണുന്നത്. അതിനെ തുടർന്ന് ജപ്പാനിലെ പ്രൈം മിനിസ്റ്റർ രാജിവെച്ചത്. തുടർച്ചയായിട്ടുള്ള 6 വർഷങ്ങളിൽ 6 പ്രധാനമന്ത്രിമാരാണ് ഇപ്പം ജപ്പാനിൽ ഈ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സാഹചര്യം. അടുത്തത് നോക്കി കഴിഞ്ഞാൽ ഫ്രാൻസിലുള്ള അൺസർട്ടനിറ്റി. ഫ്രാൻസിന്റെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാക്രോൺ പിടിവിട്ട അവസ്ഥയിലാണ്. പറഞ്ഞാൽ ഗ്ലോബലി തന്നെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പൊ അതിനോടൊപ്പം ഏറ്റവും വലിയ മാർക്കറ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ മാർക്കറ്റും കൂടി ആക്സസബിൾ അല്ലാത്ത രീതിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഡോളറിനെ വീക്കൻ ചെയ്യുന്ന പരിപാടികളാണ് ഇപ്പം മുന്നോട്ട് നടക്കുന്നത്. ഈ ബ്രിക്സിനെ മാത്രം ചൊല്ലി പറയുന്ന വിഷയമല്ല ഇത്. ഈ ഡോളറിന്റെ വാല്യൂ പിടിച്ചു നിർത്തുന്നതിൽ ജപ്പാന് വളരെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. അപ്പൊ ആ പങ്ക് എന്താണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അത് വേറൊരു എലാബറേറ്റഡ് സബ്ജക്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഇതാണ് ഇപ്പൊ നിലവിലെ അവസ്ഥ. ലോകത്ത് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ അത് അത്ര സ്മൂത്ത് അല്ല. അതിനോടൊപ്പം ഇന്ത്യയും നയപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇസ്രായേലിനെ വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ഇസ്രായേൽ അമേരിക്ക ഇന്ത്യ ആ താരിഫ് വിഷയത്തിൽ നിർണായക ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ബാക്ക് ടു ബാക്ക് ഇറാൻ നെഗോസിയേഷൻ, ചൈനയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, കണ്ടിന്യൂസ് ആയിട്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്ത്യയും ബാക്ക് ടു ബാക്ക് നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരുപാട് നാൾ ഇങ്ങനെ തുടരാൻ കഴിയില്ല എന്നുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്ക ഈ തീരുമാനം എടുത്തായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇതിന് പുറമെ ഇമാജിനറി സ്റ്റോറികളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള എക്സ്ട്രോർഡിനറി തിങ്സ് ഒന്നുമില്ല. വളരെ സാധാരണമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതെല്ലാം. ഇനിയിപ്പോ ഇതിന്റെ പുറകിൽ വാർത്തയ്ക്ക് പുറകിൽ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ചകഞ്ഞ് കെട്ടിച്ചമച്ച് കുറച്ച് സ്വപ്നങ്ങളൊക്കെ എടുത്തുകൊണ്ട് വാർത്തയായിട്ടൊക്കെ വരും. അതൊന്നുമല്ല യാഥാർത്ഥ്യം. കോൺസ്പിറസിയിൽ ഭയങ്കര താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കോൺസ്പിറസികളൊക്കെ ഉണ്ടാക്കാം. കോൺസ്പിറസി വാർത്തകളൊക്കെ കുറെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ദ്രാസ് ലാൻസ 3D എന്ന് പറയുന്നത് ഒരു 3D റഡാർ സിസ്റ്റമാണ്. ഇത് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് പറഞ്ഞ കമ്പനിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പ്രോജക്ട് കുറെ നാളായി തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ റഡാർ സിസ്റ്റമാണ്, പക്ഷേ ഇതിന് 3D ഇമേജ് നമുക്ക് ഇതിനകത്ത് നിന്ന് റിട്രൈവ് ചെയ്തെടുക്കാൻ കഴിയും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അത് ഇൻഡിജിനിയസ് ആയിട്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം ഇത് വാർഷിപ്പുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വാർഷിപ്പുകളിൽ പ്രത്യേകിച്ച് നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യാം, പക്ഷേ പ്രാഥമികമായിട്ട് വാർഷിപ്പുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ഇന്ത്യൻ ഡിഫൻസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയുമായിട്ടുള്ള നെഗോസിയേഷൻ സ്മൂത്ത് ആയിട്ട് നടക്കും എന്നുള്ളതിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് കുറച്ച് ഡിലേഡ് ആയിട്ടാണ് കിട്ടിയത്. ആ ഡിലേ ആയ സമയത്ത് തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഇതിന് മുമ്പത്തെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ആദ്യമായിട്ട് ട്രംപ് ഒരു പോസ്റ്റ് ചെയ്തു, അതിനെ റെസിപ്രോക്ക് ചെയ്ത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിനെ റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ട്രംപ് ഒരു റെസ്പോൺസ്, ഇന്ത്യൻ റെസ്പോൺസ് എന്നുള്ള നിലയിൽ ഒരു സൂചന കൊടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യ ഇപ്പൊ ഇതിനോട് അനുകൂലമായി തന്നെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നെഗോസിയേഷൻ മുന്നോട്ട് പോകും. അതായത് ഇതിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ ബോൾഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ നെഗോസിയേഷൻ അല്ല, എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പലരും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാനുള്ള, താറടിക്കാനുള്ള സംസാരങ്ങളും വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നുമല്ല ഫാക്ട് ഇതാണ്. ഇപ്പൊ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ രാജിവെച്ചത് തന്നെ വലിയ അബദ്ധത്തിൽ നോക്കി നിൽക്കുകയാണ് അമേരിക്ക. ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ മാറിയതിന്റെ പിന്നിൽ അമേരിക്കയാണെന്ന് വരെ ഇവിടെ കുക്ഡ് അപ്പ് സ്റ്റോറികൾ അടിച്ചിറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് എന്ത് സംഭവിച്ചാലും അമേരിക്ക, അങ്ങനെയാണ് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കോൺസ്പിറസി തിയറിയും ഇങ്ങനെ ഈ CIA ഇന്റലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഒരു വിശ്വസ്തതയൊക്കെ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ പേരുകളൊക്കെ ചേർത്ത് പല കോൺസ്പിറസി വാർത്തകളൊക്കെ ഇറക്കും. ജപ്പാനിലെ പ്രൈം മിനിസ്റ്റർ രാജിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും അമേരിക്ക അമ്പരന്നിരിക്കുകയാണ്, ഞെട്ടലിലാണ്. ശരിക്കും 550 ബില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ആ പറഞ്ഞ ആളാണ് രാജിവെച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അമേരിക്കയ്ക്ക് ഞെട്ടലുണ്ടാവോ ഇല്ലയോ? അമേരിക്ക എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ആൾക്കാർ വേണം ജപ്പാന്റെ ഭരണത്തിൽ വരാൻ എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംഭവിക്കുന്നത് വരെ അമേരിക്കയ്ക്ക് ലാപ്ടോപ്പാണ് ഈ ഫീലിംഗ്.
റഷ്യ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ മേടിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് ഒരു ബൂസ്റ്റ് തന്നെയാണ്. നമ്മൾ ധാരാളം ഓയിൽ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെയൊക്കെ പേയ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഈ ഫൈനാൻഷ്യൽ ഡീലിങ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ റഷ്യ പറഞ്ഞിരിക്കുന്നത് ഈ ബ്രഹ്മോസ് മിസൈൽ റഷ്യക്ക് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ നമ്മൾ ഓർക്കണം. കാരണം ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഈ ഒരു ബ്രഹ്മോസിന്റെ വിഷയത്തിലൊക്കെ വളരെ വളരെ നിർണായകമാണ്. ശരിക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഓഫ് ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ ബ്രഹ്മോസ് എന്നുള്ള പേര് പുള്ളിക്കാരൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ കൊടുത്ത ആ രംഗങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. ഫുട്ടേജൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ആ രീതിയിലുള്ള വലിയ കോൺട്രിബ്യൂഷനാണ് പുള്ളിക്കാരൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തത്. US അംബാസിഡർ വീണ്ടും ക്ലെയിം ചെയ്തിരിക്കുകയാണ്. എന്താണ് ക്ലെയിം? റഷ്യയുടെ വാർ മിഷൻ ചലിപ്പിക്കുന്നതിൽ സുപ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ, ചൈന, അതേപോലെ തന്നെ ബ്രസീൽ. ബ്രിക്സിലുള്ള 3 രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങളെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് ക്ലിയർ കട്ട് എയിമാണ്. അതായത് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നതിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് മണി കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. മണി ഓറിയന്റഡ് അല്ല അത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണം അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിക്കും യൂറോപ്യൻ യൂണിയനും നാറ്റോ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയൊക്കെയാണ് ഈ പൈസയുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും റഷ്യക്ക് ഈ പൈസയുടെ ആവശ്യമില്ല. നോർത്ത് കൊറിയയൊക്കെ ചവറ് പോലെ കൊണ്ടിങ്ങനെ തട്ടിക്കൊടുക്കും. മനസ്സിലായോ? ലോഡ് കണക്കിൽ കൊണ്ടിങ്ങനെ ഇറക്കും. അത് മിസൈൽ ആയിക്കോട്ടെ, അത് ഡ്രോൺ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ചൈന ഇറക്കി കൊടുക്കും, ഇറാൻ ഇറക്കി കൊടുക്കും. ട്രംപ് ഒരു സൈഡിൽ കൂടെ യൂറോപ്യൻ യൂണിയന്റെ മേളിൽ കടുത്ത സമ്മർദ്ദം, അതായത് ഇന്ത്യക്കും റഷ്യക്കും മേളിൽ 100% താരിഫ് ഏർപ്പെടുത്തണം, സാങ്ഷൻസ് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ ഒരു എൻറ്റയർ ടീം ഇന്ത്യ വിസിറ്റ് ചെയ്യാണ്. യൂറോപ്യൻ യൂണിയന്റെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അതിലുപരിയായിട്ട് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, ഇതിനെയൊക്കെ കുറിച്ച് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അവർ വരികയാണ്. അമേരിക്കയുടെ ഒരു ഡോമിനൻസ് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിൽ ഇച്ചിരി തളർന്നിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അമേരിക്ക ഇപ്പം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല. യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുത്ത് പൈസ സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് യൂറോപ്പ് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ യൂറോപ്പ് അവരുടേതായിട്ടുള്ള സ്വയം പര്യാപ്തത, അതുപോലെ തന്നെ അവരുടെ ഓൺ ഡിഫൻസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്. ടോട്ടലി തന്നെ ട്രംപ് വന്നതിന് ശേഷം യൂറോപ്പിന്റെ മൈൻഡ് സെറ്റ് തന്നെ മാറിയിരിക്കുകയാണ്. അത് ട്രംപ് തിരിച്ചറിയുന്നില്ല. അത്രമാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഇന്ത്യയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് DRDO പോളിസി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. ഈ പോളിസി വേറൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറിംഗ് കമ്പനികൾ ഏറ്റവും കൂടുതൽ AI കപ്പാസിറ്റി ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിംഗ്, ഓട്ടോമേഷൻ, AI ഇന്റഗ്രേഷൻ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ കമ്പനികൾക്കും ഡിഫൻസിന്റെ അപ്രൂവലോടുകൂടി, അതായത് ഡ്രോൺ ആയിക്കോട്ടെ, ഇതേപോലെ ആർമിക്ക് വേണ്ടിയിട്ട് ഡിഫൻസ് മിഷനറീസ് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ, പ്രോട്ടോടൈപ്പ് എക്സ്പെരിമെന്റ്സ് പൂർത്തിയാക്കിയ കമ്പനികളെല്ലാം തന്നെ AI ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് ഡിഫൻസ് ഉദ്ദേശിക്കുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതേപോലെ ഡിഫൻസ് ടെക്നോളജി ഒക്കെ വളരെയധികം മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ സൈബർ എന്നുള്ള ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാന്റെ സർവൈലൻസ് പ്രൊട്ടക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഏറ്റവും കൂടുതൽ ചൈന, US, യൂറോപ്പ്, അതുപോലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇത്തരം രാജ്യങ്ങളുമായിട്ട് ചേർന്നിട്ടാണ് ഇവരുടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സൈബർ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് സൈബർ ടെക്നോളജി മാത്രമല്ല, സർവൈലൻസും കൂടിയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഡിഫൻസീവ് സൈഡിലാണ് മാറിയിരിക്കുന്നത്. കാരണം പണ്ട് ഇന്ത്യയാണ് ഡിഫൻസീവ് മോഡിൽ നിന്നിരുന്നത്. ഇന്ത്യ ഇപ്പോൾ ഒഫൻസീവ് മോഡാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അല്ല, അതിന് മുമ്പ് തന്നെ ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് തൊട്ട് തന്നെ ഇന്ത്യ ഒരു ഒഫൻസീവ് മെത്തേഡാണ് ഇപ്പോൾ ഫോളോ ചെയ്തു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഏറ്റവും അധികം ഒരു സർവൈലൻസ്, അതുപോലെ തന്നെ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയി നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ തന്നെയാണ് ആംനസ്റ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. ഫിലിപ്പൈൻസ് ഇന്ത്യയുടെ അണ്ടർ വാട്ടർ ഡ്രോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രൊപ്പോസലുമായിട്ട് ഫിലിപ്പൈൻസ് ഇന്ത്യ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. അണ്ടർ വാട്ടർ ഡ്രോൺസ് സപ്പാഡ് 2025 ഇത് ഒരു ട്രൈലേറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണ്. ഇതിൽ റഷ്യയുമായിട്ട് ചേർന്ന് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മിലിറ്ററി എക്സസൈസിൽ. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ പേടിച്ച് ഇന്ത്യ മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വാർത്തയൊക്കെ എടുത്ത് നമ്മൾ കാണിക്കേണ്ടതാണ്. കാരണം ഇന്ത്യ അങ്ങനെയൊക്കെ മുട്ടുമടക്കിയിരിക്കുന്നെങ്കിൽ റഷ്യയുമായിട്ട് ചേർന്നൊക്കെ ഇങ്ങനെ ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസിനൊക്കെ പോകുമോ? വാർത്തകൾ പലതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫാക്റ്റിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഓരോരുത്തർ അവരുടെ സ്വന്തം നറേറ്റീവ്സ് ആണ് എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. ശരിക്കും ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഓപ്പൺ ഡിപ്ലോമസി, മൾട്ടിപോളാർ അലയൻസ്, അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് US-ഉമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ട്രേഡ് നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് മാത്രമാണ് വിഷയം. അമേരിക്ക അയഞ്ഞു വന്ന് തന്നെയാണ് ഈ ഒരു ട്രേഡ് നെഗോസിയേഷനിലേക്ക് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഒരു പോയിന്റിൽ പോലും ഇന്ത്യ മുട്ടുമടക്കിയതായിട്ട് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല. ആ രീതിയിലാണ് ഇന്ത്യയുടെ ആക്ടിവിറ്റീസ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളിലും പങ്കെടുക്കാൻ പാടില്ല. പക്ഷെ ആ രീതിയിലല്ല ഇന്ത്യ പെരുമാറുന്നത്. അവന്റൽ ലിമിറ്റഡ്, ഈ അവന്റൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു എയറോസ്പേസ് കമ്പനിയാണ്. ഈ കമ്പനിക്ക് 9.88 കോടി വർത്തുള്ള ഒരു കരാർ ലഭിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി ആ ഒരു വിങ്ങിൽ നിന്നാണ് ഈ ഒരു കോൺട്രാക്ട് പോയിരിക്കുന്നത്. ശരിക്കും ഈ ഒരു അവന്റൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്തിലാണ്. മിഫി സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ കമ്പനി ഇന്റലുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത്, ഇന്റൽ മാത്രമല്ല സുസി എന്ന് പറഞ്ഞൊരു കമ്പനിയുമായിട്ട് ഒരു ട്രൈലേറ്ററൽ കൊളാബറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ 3 കമ്പനികളും ചേർന്ന് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. അതായത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് 1.5 ഇയറിൽ നമ്മൾ സെമി കണ്ടക്ടർ മേഖലയിൽ നിർണായകമായിട്ടുള്ള ചുവടുവെപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് എക്സ്പോർട്ട് ലെവലിൽ നമ്മൾ ഇംപ്രൂവ് ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ട്രംപ് എത്ര ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിനെ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് തന്നെയാണ് ഇന്ത്യ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും യൂറോപ്പ് ഇങ്ങനെ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നതിൽ അമേരിക്ക ശരിക്കും അമ്പരന്ന് നിൽക്കുകയാണ്. അതാണ് സംഭവം. യൂറോപ്പിനെ എങ്ങനെ ഇന്ത്യക്ക് ഇങ്ങനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിന് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഡൊണാൾഡ് ട്രംപിന് അതിനുള്ള നോളജ് ഇല്ല. ശരിക്കും വളരെ സിമ്പിൾ ആണ് കാര്യം. വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ യൂറോപ്പിന് എനർജി സപ്ലൈ ചെയ്യാണ്. ഈ എനർജി സപ്ലൈ എന്ന് പറഞ്ഞാൽ ബില്യൺ കണക്കിൽ ബാരൽ മേടിക്കുമ്പോഴത്തേക്കും $1 വ്യത്യാസം വന്നാലും ബില്യൺ കണക്കിലുള്ള വ്യത്യാസമാണ് രേഖപ്പെടുത്തുന്നത് ആ ഒരു പർച്ചേസ് ഓർഡറിൽ. ഇത് ഡൊണാൾഡ് ട്രംപിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ യൂറോപ്യൻസിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പൊ എന്തായാലും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഇതിലൂടെ പങ്കുവച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.